നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യത്ത് ഉടനീളമുള്ള കോടിക്കണക്കിന് കർഷകർ ഏറെ ദിവസങ്ങളായി കാത്തിരിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ 22ാമത് ഗഡു ഇന്ന് പുറത്തിറങ്ങുകയാണ്. ഇന്ന് മാർച്ച് 13 വൈകുന്നേരം 2000 രൂപ വീതം 9 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് 22ാമത് ഗഡു എപ്പോൾ അക്കൗണ്ടിലെത്തും, പണം വന്നോ ഇല്ലയോ എന്ന് എങ്ങനെ പരിശോധിക്കാം, പണം കിട്ടാത്തവർ ചെയ്യേണ്ടത് എന്താണ്, അതുപോലെ ഈ KYC ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും. അതിനാൽ ഈ വീഡിയോ അവസാനം വരെ കാണൂ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. PM കിസാൻ പദ്ധതി ഒരു ചെറിയ വിശദീകരണം നോക്കാം. PM കിസാൻ പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക സഹായ പദ്ധതികളിൽ ഒന്നാണ്. ഈ പദ്ധതി ആരംഭിച്ചത് 2019 കേന്ദ്ര സർക്കാരാണ്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തെ ചെറുകിടയും ഇടത്തരം കർഷകർക്കും സാമ്പത്തികമായി സഹായിക്കുക എന്നതാണ് ലക്ഷ്യം. ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ: ഒരു വർഷത്തിൽ 6000 രൂപ സാമ്പത്തിക സഹായം 3 ഗഡുക്കളായി വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ 4 മാസത്തിലൊരിക്കൽ 2000 രൂപ ലഭിക്കും. പണം നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് അതായത് DBT സംവിധാനത്തിലൂടെയാണ്. ഇതുവരെ കർഷകർ 21 ഗഡു ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുറത്തിറങ്ങുന്നത് 22ാമത് ഗഡു ആണ്. ഇനി 22ാമത്തെ ഗഡു എപ്പോൾ കിട്ടുമെന്നുള്ളതാണ്. ഇന്ന് മാർച്ച് 13 വൈകുന്നേരം 5 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിൽ നിന്ന് ഈ ഗഡു പുറത്തിറക്കും. ഈ ഘട്ടത്തിൽ സർക്കാർ ഏകദേശം 18,640 കോടി രൂപ രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് നേരിട്ട് നൽകും. പ്രധാനമന്ത്രി ഒരു സിംഗിൾ ക്ലിക്ക് വഴിയാണ് ഈ പണം കർഷകരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പണം ക്രെഡിറ്റ് ചെയ്ത ഉടൻ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് SMS സന്ദേശം വരും. എങ്കിലും ബാങ്കിങ് പ്രോസസ് കാരണം ചിലർക്ക് ഉടനെ വരില്ല, ചിലർക്ക് കുറച്ച് മണിക്കൂറുകൾ ശേഷം വരും, ചിലർക്ക് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. PM കിസാൻ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. പണം വന്നോ ഇല്ലയോ എന്ന് അറിയാൻ PM കിസാൻ സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെന്റർ വഴി PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റ് തുറക്കുക. അതായത് pmkisan.gov.in എന്നതാണ് വെബ്സൈറ്റ്. അതിനുശേഷം അതിൽ നോ യുവർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പിന്നീട് നിങ്ങൾക്ക് നൽകേണ്ട വിവരങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ ആധാർ നമ്പർ ആയിരിക്കും കൊടുക്കേണ്ടത്. തുടർന്ന് ക്യാപ്ച കോഡ് നൽകിയതിനു ശേഷം അവസാനം നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ഇതോടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. നിങ്ങളുടെ ഇൻസ്റ്റാൾമെന്റ് അപ്രൂവ്ഡ് ആണോ, പേയ്മെന്റ് പ്രോസസ്ഡ് ആണോ, അതുപോലെ തന്നെ പെൻഡിങ് ആണോ, അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. പണം കിട്ടാത്തവരുടെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. PM കിസാൻ പദ്ധതിയിലെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഈ KYC പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. ഇപ്പോൾ സർക്കാർ ഈ KYC വളരെയധികം നിർബന്ധമാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ KYC ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാൾമെന്റ് തടസ്സപ്പെടാം. അതുപോലെ ആധാർ ലിങ്കിങ് ഇല്ല എന്നുള്ളത്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ലിങ്ക് ചെയ്തിരിക്കണം, അത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഡബിൾ എൻട്രി ഭാര്യയുടെ പേരിലും അതുപോലെ തന്നെ നിങ്ങളുടെ പേരിലും 2 പേരുടെ അക്കൗണ്ടിലും ഉണ്ടെങ്കിലും അത് ബുദ്ധിമുട്ടായി മാറും. പിന്നെ അതുപോലെ ബാങ്ക് അക്കൗണ്ട് പ്രോബ്ലം, ചിലപ്പോൾ അക്കൗണ്ട് ഇനാക്റ്റീവ് ആയിരിക്കാം, ഈ KYC ഇൻകംപ്ലീറ്റഡ് ആയിരിക്കാം. അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ പണം ക്രെഡിറ്റ് ചെയ്യാതെ ആവാം. പിന്നെ ലാൻഡ് വെരിഫിക്കേഷൻ, ചില സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെടെ ഭൂമി പരിശോധന നടക്കുന്നതിനാൽ ചിലർക്ക് പണം വൈകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലാൻഡ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇനി പണം എങ്ങനെ പിൻവലിക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് 2000 രൂപ ക്രെഡിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പണം പിൻവലിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. സാധാരണ പോലെ തന്നെ നിങ്ങളുടെ ബാങ്കിൽ നേരിട്ട് ചെന്ന് എടുക്കാം, അതുപോലെ ATM ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ CSC സെൻറ്ററിൽ പോയി CSC സെൻട്രൽ വഴി
നിങ്ങൾക്ക് പണം എടുക്കാവുന്നതാണ്. അതുപോലെ ഡിജിപേ ലൈറ്റ് ആപ്പ് ഉപയോഗിച്ചും നിങ്ങൾക്ക് പണം പിൻവലിക്കാം. അതിനാൽ സുഹൃത്തുക്കളെ, PM കിസാൻ യോജനയുടെ 22ാം ഗഡു ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങും. നിങ്ങൾ ഗുണഭോക്താവാണെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക, KYC പൂർത്തിയാക്കുക, ആധാർ ബാങ്കുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള സർക്കാർ പദ്ധതികളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്